ഓറൽ ഇംപേഴ്സണേഷൻ റൗണ്ടിൽ നിങ്ങൾക്ക് പരിചിതരായ പ്രഗത്ഭരും പ്രശസ്തരുമായ ചില വ്യക്തികളായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ ഇന്ന് രാത്രി ഇവിടെ എത്തുന്നത്. നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്. പത്രപ്രവർത്തന രംഗത്ത് ഏതാണ്ട് 15 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യക്തി എന്ന് പറയുന്നതിലുപരിയായി നിങ്ങൾക്ക് വളരെ പരിചയം, പ്രത്യേകിച്ചും അർബ ടെലിവിഷന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് പരിചയമുള്ള, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇന്നത്തെ അതിഥി. നൊസ്റ്റാൾജിയ എന്ന മാഗസിന്റെ എഡിറ്റർ ശ്രീമതി ഗീത ബക്ഷി. ഗീത, നമസ്കാരം. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. അമൃത ടെലിവിഷന്റെ പ്രിയപ്പെട്ട സഖിയാണ് അല്ലെ? തീർച്ചയായിട്ടും എനിക്കത് വളരെ സന്തോഷമുണ്ട്. ഇവ ഒരു സഖി ഇന്ന് ഞങ്ങളുടെ സഖിയായിട്ട് ഇവിടെ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? വനിതാരത്നത്തിൽ എത്തുമ്പോൾ വനിതാരത്നത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത്, നിങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് എത്താൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഓരോരുത്തരെ കാണാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയിൽ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അതോടെ ആകാംക്ഷ തുടരട്ടെ. ഞാൻ കൂടുതൽ ചോദിച്ച ആകാംക്ഷ കളയുന്നില്ല. എന്തായാലും സന്തോഷം. ജോസ്ക വനിതാരത്നം എഡിഷൻ ഓറൽ ഇംപേഴ്സണേഷൻ റൗണ്ടിൽ ഇന്ന് ബ്ലസി മാർട്ടിൻ. നമസ്കാരം ബ്ലസി. വളരെ പതിവിന് വിപരീതമായി വളരെ എന്താ പറയാ, എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരുപാട് വ്യത്യാസം ബ്ലസിൽ. എന്ത് പറ്റി? വസ്ത്രം അതുപോലെ വരുന്നു, എല്ലാം മറ്റേ ചുറ്റിക്കറങ്ങിയൊക്കെ വരുന്നു. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഇത് കൊള്ളാലോ, ഒന്നുമേ പോലില്ലേ? ഓ, അപ്പോൾ കലാമാസ്റ്ററുടെ രൂപത്തിലാണല്ലേ ബ്ലസി? അതായിരുന്നു മാസ്റ്റർ വരുന്ന പോലുള്ള ഒരു നൃത്ത ചുവടുകളൊക്കെ ആയിട്ട് വന്നു. കൊള്ളാം. നല്ല ജിഗിര സാരി. ഞാൻ ഓർക്കും സാറേ, ജിഗിര സാരി ഒന്നും ബ്ലസി ഇങ്ങനെ ഉടുക്കാറില്ലല്ലോ. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടൊരു ഒരു കൃത്യമായ ഒരു ചോയ്സ് ആണ് കേട്ടോ. ഏതായാലും ബ്ലസി, ഇതൊരു നല്ല റൗണ്ട് ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം മുനീസ്. നമസ്കാരം രാമാഷ. ഈ വനിതാരത്നം വേദിയിൽ കാണുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പരിപാടികൾ കാണാറുണ്ടോ? അതോ? തീർച്ചയായും കാണാറുണ്ട്. എന്റെ ഇൻലാസ് പ്ലേസിന്റെ ട്രിവാൻഡ്രമില്ലയാ, എപ്പോഴും ഇവിടെ വരും ഞാന്. അന്ത സൂപ്പർ ഡാൻസ് ജൂനിയർ 2ക്ക്. പിന്നെ വനിതാരത്നം മൈ ഫേവറേറ്റ് പ്രോഗ്രാം. സമ്മർ ഡാൻസ് என்ன அந்த ஜோதி, அந்த சித்ராவா, அந்த பிரின்ஷா, ஓ அப்ப செம்ம டான்ஸ். கல்பனா எப்படி இருக்கு? நல்லா இருக்கு. அப்ப நல்ல டிசைனர் சாரி எல்லாம் போட்டு சாரியா? நீங்க எப்போ മാസ്റ്റർ പറയില്ലേ എന്നോട് അല്ലെ, നല്ല കോസ്റ്റ്യൂംസ് ഇടണം എന്നൊക്കെ പറയില്ലേ? ആര് ഡിസൈൻ ചെയ്തു? ഇത് എനിക്ക് ഡിസൈൻ കുക്കു പരമേശ്വരൻ എന്ന് പറയും എന്റെ ഡ്രസ് ഡിസൈനർ. അതാണ് സാറിന്റെ മിസ്സസ് ആണ്. അതുകൊണ്ടൊക്കെ നല്ല കോസ്റ്റ്യൂം. കലാമാസ്റ്റർ എനിക്ക് ചോദിക്കാനുള്ള എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണതെന്നറിയോ? മലയാളിയല്ലേ, പാലക്കാടല്ലേ? പിന്നെ എന്താ മലയാളം കൂടുതലും യൂസ് ചെയ്യാത്ത? ഒന്നും ചോദിക്കണ്ട കൽപ്പന, ചോദിക്കണ്ട. அந்த சென்னை ஊரு என்ன பண்ணன போய் അവിടെ எல்லாருமே அந்த தனுஷ், சூர்யாவ, அர்ஜுனவா எல்லாமே அந்த கலாலய தொடங்கிஇல்லையா, அந்த முதலே மலையாளம் எல்லாமே அந்த நல்லா வெறும் மலையாளம் கூட தமிழ் ஆகி போச்சு. அப்பாவோ என்னவோ செய்யும், அதான் டச் விட்டு போச்சு உங்களுக்கு. அப்பா அதான் என்ன செய்யும் ഞാൻ. உங்களுக்கு என்ன தோணுது? நீங்களா பெஸ்ட், விருந்தா மாஸ்டரா பெஸ்ட்? ஐயோ, അതൊന്നും ഞാൻ பண்ண. അപ്പൊ ഞാനൊന്നും சொல்லக்கூடாது. ഞാൻ பண்ணത് നല്ലവേ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് അത് മാത്രം മതി. ഇന്നൊരുത്തനെ കുറിച്ച് പറയില്ല. അയ്യോ, അതൊന്നും ഞാൻ പാടില്ല. എല്ലാരുമേ അവരോരോ സ്ഥലത്ത് നല്ല ചെയ്യും. നമ്മൾ ഏഴ് സിസ്റ്റർ അല്ലയാ, എല്ലാവേ അവരോരേ സ്ഥലത്ത് നല്ല നല്ല പണിട്ടിരിക്ക. നല്ല മലയാളം ഇംപ്രൂവ്മെന്റ് അല്ലേ? ഇല്ലേ? ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ആക്ച്വലി കലാമാഷ,
മാഷ ഞങ്ങളുടെ ഈ വനിതാരത്തിൽ ചില കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ബ്ലസ്സി മാർട്ടിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അവർക്കൊന്നും തീരെ മലയാളം അറിയില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് അപ്പൊ ഞാൻ പറയുന്നത് മാഷ ആക്ച്വലി ഞങ്ങളുടെ വനിതാരത്തിൽ വരുവാണെങ്കിൽ കുറെ കൂടി മലയാളം ബെറ്ററാക്കി തരാം. എന്നെ പോലും അല്ല ബ്ലസ്സി, നോട്ടിലാണ്. അയ്യോ അസാധ്യമായിട്ട് ലാംഗ്വേജ് അത്രയും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, മലയാളം സംസാരിക്കുക മാത്രമല്ല കവിത പോലും എഴുതി. ഹലോ മാസ്റ്റർ, സന്തോഷം കണ്ടല്ലോ. സന്തോഷം, എനിക്ക് സന്തോഷം. സൂപ്പർ ഡാൻസ് 2 കാണാറുണ്ടോ? പിന്നെ ആണോ? നല്ലല്ലേ? നല്ല പ്രോഗ്രാം അല്ലേ? വിലയിരുത്തുന്ന രീതിയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും മാസ്റ്റർ ഭയങ്കര എന്താ പറയാ, കുറച്ചെങ്കിലും ആ കുട്ടികളുടെ മനോവികാരം അനുസരിച്ചല്ലേ മാർക്കിടുന്നത്. അപ്പോ അവരുടെ പെർഫോമൻസിനെ അത് കുറച്ച് ബാധിക്കുവോ? അല്ല, അതില്ലയാ. നമ്മൾ ഈ ലെവലില് അവരെ പൊക്കിക്കൊണ്ടുവരണം. അത് ഇപ്പൊ ഞാൻ അവർക്ക് ചൊല്ലും ഓക്കെ പെർഫോമൻസ് എന്നാ പറയും. അപ്പൊ അവര് ഓക്കെ പെർഫോമൻസ്. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഗുഡ് പറയണം. അപ്പൊ ഗുഡ് പറയണെങ്കില് അപ്പൊ ഞാൻ പറയും ഇന്ന സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യ, അഞ്ച് സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യ. അത് പറയുമ്പോ അടുത്ത പ്രാവശ്യം ഒരു ഗുഡ്, പിന്നെ എക്സലന്റ്. അപ്പൊ അത് പോതും. അപ്പൊ ഓക്കെ പിന്നെ ഗുഡ് പിന്നെ എക്സലന്റ്. അപ്പത്തെ അവര് സ്റ്റാർ ആകും ഇല്ലേ? സിനിമയിൽ കാണുന്ന അതേ ഡാൻസ് മാസ്റ്റർ സ്റ്റേജിലാക്കുമ്പോ വളരെ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ? അതല്ലേ ഞാൻ പറയട്ടെ. അന്ന് ജ്യോതികവ കൂടി ഞാൻ ചെയ്ത ചന്ദ്രമുഖി സിനിമയില്ല, അതില് രാരാ സിനിമ അതില് ഷീ ഈസ് നോട്ട് എ ട്രെയിൻ ഡാൻസർ. ഷീ ഡസന്റ് നോ ക്ലാസിക്കൽ. ബട്ട് കണ്ടില്ലേ ആ സിനിമ? പാട്ട് പാത്താ എന്നാ ഡാൻസ് അപ്പ. അയ്യപ്പ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നാന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ. ഇപ്പൊ നാന് പറഞ്ഞു കൊടുത്തു இந்த സ്റ്റെപ്പ് இந்த പാട്ട് ചെയ്യണം, இந்த സ്റ്റെപ്പ് இந்த പാട്ട് ചെയ്യണം. ബട്ട് ജ്യോതിക ചെയ്യുമ്പോഴ് இந்த സ്റ്റെപ്പ് இந்த പാട്ട് ചെയ്യും. അത് എങ്ങനെ ഇരിക്കും അത് കാണാം അല്ലെ? അപ്പൊ ആർട്ടിസ്റ്റിക് സ്റ്റൈല് അന്ന് നാം പറഞ്ഞ സ്റ്റൈല് കൂടെ മിക്സ് ആകുമ്പോ അപ്പ സമ സ്റ്റെപ്പ് അതാ കാണണം ഇല്ലേ? എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്കൊരു ആക്ടർ വന്നാൽ അവര് ഡാൻസർ ആവണം എന്ന് നിർബന്ധമില്ലാന്ന്. അപ്പൊ അത് സ്റ്റേജ് പെർഫോമൻസിൽ അവരെ എങ്ങനെ കൊണ്ടു നടക്കുന്നത്? മിസ് വേൾഡ് കോൺടെസ്റ്റ് നടന്ന ഓർമ്മയുണ്ടോ? 1996 അത് ഞാനായിരുന്നു കൊറിയോഗ്രാഫി ചെയ്ത്. അമിതാഭ് ബച്ചൻ സാർക്ക് ரொம்ப താങ്ക്സ്. എനിക്ക് അത് കൊറിയോഗ്രാഫി എല്ലാം ചെയ്യാൻ 500ഓളം ആൾക്കാർ വന്നു. ഞാനത് കൊറിയോഗ്രാഫി ചെയ്തു. അപ്പൊ 500 പേര് 500 തരം ഡാൻസേഴ്സ്. പല ഡാൻസ് അറിയാം, പലക്ക് ഡാൻസ് അറിയത്തില്ല. പക്ഷെ അവരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് അതേപോലെ ആക്കിയെടുക്കണമെങ്കിൽ കുറെ മെനക്കെടണം. പക്ഷെ അവരും നമ്മൾ ഒന്നായിട്ട് വേണം അത് ചെയ്യാന്. അവര് ഒരു ഡാൻസർ അല്ല, അവരെന്റെ ആള്. എന്നെ ഞാൻ പഠിപ്പിക്കുന്നേ ഒരാളെ പഠിപ്പിക്കുന്ന പോലെ വേണം ഞാൻ 500 പേരും പഠിപ്പിക്കാന്. മനസ്സിലാ? അന്തൊക്കെ ചെയ്യുമ്പോ സ്റ്റേജിൽ വരുമ്പോ അത് കറക്റ്റ് സമ്മ കാണാൻ നല്ല രസമായിരിക്കും. പുതിയ ഒരുപാട് കോറിയോഗ്രാഫേഴ്സ് വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. എന്താണ് മാസ്റ്റർ അവരെ ഒരു വിലയിരുത്തല്ലോ? ഇപ്പൊ ഈ കുട്ടികളെ നർച്ചർ ചെയ്യുന്ന പോലെ മാസ്റ്റർ അത്ര സോഫ്റ്റ് ആയിട്ട് അവരോട് ഇതാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. പൊതുവെ എന്താണ് മാസ്റ്റർ എന്ന നിലയ്ക്ക് അവരോട് എന്താ പറയാനുള്ളത്? സ്റ്റെപ്സ് ഒന്നുമേ വൾഗറാ பண்ணக்கூடாது. നല്ലവേ സ്റ്റെപ്പ്, അഴകാവ സ്റ്റെപ്പ്. அந்த ராரா போல அந்த சிவகரு டமரு அந்த போல നല്ലവേ സ്റ്റെപ്പ് ഇരിക്ക. വെസ്റ്റേൺ സ്റ്റെപ്പ് ഇടാം, ഒരു തെറ്റുമില്ല അതില്. വെസ്റ്റേൺ സ്റ്റെപ്പ് ഇടാം, പക്ഷെ വൾഗാരിറ്റി ഒന്നുമില്ലാതെ നല്ല സ്റ്റെപ്പ് ഇട്ട് കാണിക്കണം എന്നാണ് എന്റെ ഗൈഡൻസ്. മാഡത്തോട് എനിക്കൊരു കാര്യം ചോദിക്കാം. മാഡം, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിരുന്നൊരു പടം, അതിനകത്ത് മാഡം ഒരു അങ്ങാടി എന്ന് പറഞ്ഞിട്ട് ഐ വി ശശിയുടെ ഒരു പടത്തിൽ ഒരു കോറസിൽ മാഡം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്, മാഡത്തിന് ഓർമ്മയുണ്ടോ അറിയില്ല. അയ്യോ, എനിക്ക് വയ്യ. അപ്പൊ അതിനകത്ത് മാഡം അന്നത്തെ ആ ഡാൻസിങ് പാറ്റേണും ഇന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് യു ആർ എ ഡാൻസർ at that time and now you are a choreographer. What is the difference ഇന്നത്തെ? big difference. അപ്പൊ ഞാൻ ട്രൂപ്പിലെ ഒരാള്, ചിന്ന അസിസ്റ്റന്റാ ഒരു ട്രൂപ്പിലെ ഒരാള് കൊറിയോഗ്രാഫർ പറഞ്ഞു തരും, ഞാൻ അത് ചെയ്യും. അവരെന്നാവേ പറഞ്ഞു തരും, സന്തോഷമായി അത് വ്യക്തമായിട്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ കൊറിയോഗ്രാഫി ഞാനെന്താ അതേപോലെ ആൾക്കാരെ കൊറിയോഗ്രാഫി ചെയ്യുമ്പോ ഞാൻ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ നോക്കും. അവർക്ക് ബുദ്ധിമുട്ടൊന്നും വരല്ല. അവരെന്റെ കുടുംബത്തിന്റെ ഒരു അംഗമായി ഞാൻ കാണാൻ നോക്കും. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ശരി ശരി.
എന്റെ ബ്ലസ്സി മാസ്റ്റർ. ഓ, ഐ ആം സോ ഹാപ്പി ബിക്കോസ് യു ഹാവ് ഡൺ എ ഗ്രേറ്റ് എന്താ പറയാ പ്രിപ്പറേഷൻ ഫോർ ദിസ്. താങ്ക് യു. നന്ദി പറയൂ. താങ്ക് യു. താങ്ക് യു. നന്ദി പറയൂ. നന്ദി എന്ന് പറയൂ. നന്ദി. നന്ദി. അപ്പൊ അതിന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. ആൻഡ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. താങ്ക് യു. നല്ല രസമായിരുന്നു. സോ എന്താണ് ബ്ലസ്സിയുടെ സ്കോർ നോക്കാം. അസലായിരുന്നു. താങ്ക് യു സർ. എക്സലന്റ്. താങ്ക് യു സർ. ബ്ലസ്സി സൂപ്പർ. താങ്ക് യു. ഒറിജിനൽ കലാമാസ്റ്റർ ആണ് എന്ന് തന്നെ ധ്വനിപ്പിക്കുകയും അതിനകത്തൂടി വാട്ടവർ കലാമാസ്റ്ററെ കുറിച്ച് പഠിച്ചതെല്ലാം ബ്ലസ്സിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കലാമാസ്റ്റർ ഒരു പക്ഷെ ഇത്രയും വോളിമനസ് ആയിട്ട് അത് പറയില്ലായിരിക്കും. പക്ഷെ അത് മാത്രം എനിക്ക് ശരിക്കും ഒരു ഡിഫറൻസ്, ഇത് കലാമാസ്റ്റർ അല്ലാന്ന് തോന്നിയത്. അത്രയേറെ യു ബിക്കെയിം കലാമാസ്റ്റർ. നന്നായിരുന്നു. എല്ലാം അറിഞ്ഞു വെച്ച് തന്നെ ഒരു കലയായിട്ട് തന്നെയാണ് മുമ്പിൽ വന്നത്. ആ വ്യക്തിയായിട്ട് മാറി തന്നെയാണ് ബ്ലസ്സി നിന്നത്. കീപ് ഇറ്റ് എ ബ്ലസ്സി. എക്സലന്റ് എക്സലന്റ് എക്സലന്റ്. മാർക്സ് 8.5. വെരി സോറി, 10ൽ 8 ഉള്ളൂ. 8. ബ്ലസ്സി മൊത്തം മാർക്ക് 24 മാർക്ക്. ആശംസകൾ. താങ്ക് യു സോ മച്ച് കിഷോർ. ഗുഡ് ലക്ക്.